വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ദിസ് ഇസ് ക്യൂരിയസ് ലാസോ. അപ്പം നമുക്ക് അരങ്ങ് ഭരതം നമ്മുടെ കോളേജ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പം ലെറ്റ്സ് ഗോ. വയസ്സ് നമ്മൾ കോളേജിൽ പോകുന്ന വഴിക്ക് 100 ഓടിക്കാൻ നോക്കാണ്. കിട്ടി. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ കോളേജ് ബസ്സുകളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട്. അപ്പോൾ ഈ ചെറിയ വഴി കൂടെ പോകുമ്പം അവന്മാരെ ഓവർടേക്ക് ചെയ്യുക, അത് ഇപ്പോൾ സ്ഥിരം ഒരു ഹോബി പോലെയാണ്, ഒരു ഗെയിം കളിക്കണ പോലെ. നല്ല രസമാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കോട്ട ഫിസാറ്റ്. വെൽക്കം ഗൈസ്. ഇപ്പം ഭരതം കോളേജ് ഫെസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ആർട്സ് ഡേ അരങ്ങ് എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷനൊക്കെ നടക്കുകയാണ്. വെൽക്കം. പരിപാടികളുടെ ക്രമീകരണം എന്ന് പറഞ്ഞാൽ 3 ദിവസത്തെ പരിപാടിയാണ്. ഫസ്റ്റ് അരങ്ങ്, സെക്കൻഡ് ഭരതം, തേർഡ് ഭരതം ഫിനാലെ. ഇപ്പം ഭരതം ഡേ 1 ആൻഡ് ഡേ 2 പുറത്തുനിന്നുള്ള കോളേജിലെ പിള്ളേരൊക്കെ നമ്മുടെ കോളേജിൽ വന്ന് കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ക്ലാസ്സിലെ ഗേൾസിൻ്റെ ഡാൻസാണ്. കിട്ടളം പരിപാടിയായിരുന്നു. പ്രാക്ടീസ് ചെയ്യാൻ ടൈം അധികം കിട്ടിയില്ലെങ്കിലും നമ്മുടെ പിള്ളേർ തകർത്ത് തിമിർത്ത് അരങ്ങേറി. നട്ടുച്ചയപ്പം നമ്മുടെ വയറൊക്കെ കത്തിയിരിക്കാൻ തുടങ്ങി. ലെറ്റ്സ് ഗോ ടു കഴിക്കൽ മന്തി. നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള സ്പോട്ടായ ലംസാനി മജ്ലിസിലാണ് മന്തി തട്ടാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ബഡ്ഡീസൊക്കെ ഉണ്ട്. അങ്ങനെ കാത്തിരുന്ന മന്തി എത്തി. അപ്പം വയറിനെ സമാധാനിപ്പിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സിലെ ബോയ്സ്, നമ്മുടെ പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു. അവന്മാരും ഒരു കിട്ടലും എനർജറ്റിക് പെർഫോമൻസ് ഗൈസ് ഉണ്ടല്ലോ. ഭരതത്തിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറ. ഭരതം വളരെ നന്നായി നടക്കട്ടെ. ലിനോടെ 4th ഇയറിന് മുമ്പ് ഒരു പെണ്ണിനെ കണ്ടുപിടിക്കട്ടെ. ഓക്കെ, കൺഗ്രാജുലേഷൻ. കച്ചവടം പിടിക്കൂ സൂര്യ. 15 അരമണിക്കൂർ കടമ്പ ഫുൾ സെറ്റ്. എന്താണ് ആർക്കെന്താ വേണ്ടേ? ഈ വണ്ടി എന്താ പോവാത്ത? ഞാൻ ഇത് റൂട്ടാ. കോളേജിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പരിപാടികൾ നടക്കാണ്. ഇവിടെ PS5 ഗെയിംസ് ഒക്കെ നടക്കുന്നു, വീഡിയോ ഗെയിംസ്. കിട്ടും.
അങ്ങനെ ഭരതം കഴിഞ്ഞു. ഇനി 2 years കഴിഞ്ഞാണ് നെക്സ്റ്റ് ഭരതം. അപ്പോൾ ഗൈസ് ബൈ ബൈ.